ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോകരുതെന്നോ? എടാ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അല്ല, അത് നിനക്കിത് എന്താ പറ്റിയേ? നീ മാറിന്നേ, എനിക്ക് പോണം. അമ്മാവ ഈ കാറിൽ പോകണ്ട. അതെന്താ ഞാൻ ഈ കാറിൽ പോയാ? ഹലോ, ആന്റി നാർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ നീരജ് സാറല്ലേ? സത്യം പറയാലോ അങ്ങളെ, ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഞ്ച് കഴിച്ചിട്ട് ഒരുപാട് നാളായി. യാമിനി ആന്റിയുടെയും ഋതികയുടെയും കൈപുണ്യത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന യാമിനിയാണ്. ഋതിക്ക് ഫുഡും കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഋതികയെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് രാജുവിന്റെ അമ്മ രാധമ്മയാണ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രാജുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കാര്യത്തിൽ ഋതിക പ്രത്യേകം താല്പര്യം കാണിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ. രാജുവിന്റെ വീട്ടുകാരും ഋതികയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നു. അതെ, റോഹൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവര് ഒരു വിവാഹ നാടകമൊക്കെ കളിച്ച് കുറച്ചു ദിവസം രാജുവിന്റെ വീട്ടിലായിരുന്നു. കുറച്ചുനാള് ഇവരെന്നെ വെള്ളം കുടിപ്പിച്ചു കേട്ടോ. അറിയാങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. രാജു വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. ഒരു വലിയ പ്രശ്നത്തിൽ നിന്നല്ലേ ഋതിക സംരക്ഷിച്ചത്. അതിനുള്ള നന്ദി ഞാനിപ്പോ പറയാ. നന്ദി വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല സാർ. റോഹൻ, ഇവനങ്ങനെ നന്ദി വാക്കുകളും പ്രശംസകളൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ആളാ. ആള് വളരെ സിമ്പിളാ, വളരെയധികം കൈൻഡ് ഹാർട്ടഡാ. ഓ പിന്നെ, അതെനിക്ക് മനസ്സിലായ കാര്യമല്ലോ. പ്രതാപ, റോഹൻ ഒരുപാട് തിരക്കുള്ളതല്ലേ? പോകാൻ സമയമായില്ലേ? ആണോ? അയ്യോ ശരിയാണ്, എനിക്ക് പോകാൻ സമയമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ റോഹൻ ഇത്ര തിരക്ക്? ചേച്ചി കാഷ്വലായി ചോദിച്ചതേ ഉള്ളൂ. എന്തിനാ അമ്മാവ നിർബന്ധിക്കുന്നത്? അമ്മ പറഞ്ഞ പോലെ അവന് ഒരുപാട് തിരക്കുള്ളതല്ലേ. പോയിട്ട് വരട്ടെ. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. നീ ഈ പോക്ക് പോയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഇങ്ങോട്ടെന്നല്ല, നീ ജയിലിനകത്ത് നിന്ന് ഒരിക്കലും പുറലോകം കാണാൻ പോകുന്നില്ല. അമ്മാതിരി ആയിട്ടാ ഞാൻ നിന്റെ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. സിഎമ്മിന്റെ ഓഫീസിൽ ഒരു മിനിറ്റ്. ചന്ദ്രേടാ, ഇല്ല, ഞാൻ വീട്ടിലുണ്ട്. കൂടിപ്പോയ ഒരു 15-20 മിനിറ്റ് അതിനുള്ളിൽ എത്തിയേക്കാം. റോഹൻ, എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി സിഎമ്മിനൊന്ന് മീറ്റ് ചെയ്യാനുണ്ട്. ഒരു അർജന്റ് മീറ്റിംഗ്, ഉടനെ പോണം. റോഹൻ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഇല്ലെങ്കിലേ ഞാനും ഇറങ്ങാം. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. രാജു, ഇനാഗുറേഷന്റെ ആൾക്കാർ നിന്നെ വിളിക്കും. നീ അവരോടും സംസാരിക്കണം. അത് ഞാൻ സംസാരിക്കണം സാറേ. സാറ് പോയിട്ട് വരണം. ദൈവമേ, ഞാൻ റോഹന്റെ കാറിൽ വെച്ച സാധനം എങ്ങനെ അമ്മാവന്റെ കാറിൽ വന്നു? ഞാനിനി ഈ ബാഗ് വയ്ക്കുന്നത് റോഹനെങ്ങാനും കണ്ടിട്ട് ഇതെടുത്ത് മാറ്റി വെച്ചാണോ? ആകെ പ്രശ്നമാവുമല്ലോ ഇത്. അമ്മാ പോലെ പോകരുതെന്നോ? എടാ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അല്ല, അത് നിനക്കിത് എന്താ പറ്റിയേ? നീ മാറിന്നേ, എനിക്ക് പോണം. അമ്മാവ ഈ കാറിൽ പോകണ്ട. അതെന്താ ഞാൻ ഈ കാറിൽ പോയാ? ദീപകേ, നീ മാറിന്നേ. അല്ല അമ്മാവ, ഈ കാർ സർവീസിന് കൊടുക്കാൻ സമയമായി. ആണോ രാജു? അതെ സർ, സർവീസിന് കൊടുക്കാൻ സമയമായി. പുറമെങ്കിലും ഒരു കാര്യം ചെയ്യാം, എന്റെ കാറിൽ പോവാം. ഏയ്,
അതിന്റെ ഒന്നും ആവശ്യമില്ല റോഹൻ. അല്ല അങ്കിളെ എന്റെ കാറിൽ പോവാന്ന്. അങ്കിള് CM ന്റെ ഓഫീസിലല്ലേ പോവേണ്ടത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാറേ സമയായി. ശരി. അപ്പൊ ഇവനല്ല കാറിലോട്ട് സാധനം എടുത്ത് മാറ്റി വെച്ചത്. ആയിരുന്നെങ്കിൽ അമ്മാവനെ കാറിലോട്ട് കയറാൻ നിർബന്ധിക്കില്ലായിരുന്നു. ഇനി രാജു എങ്ങാനും ആയിരിക്കും. എന്തായാലും പിടി വീഴുന്നാ തോന്നുന്നത്. അയ്യോ, കാറിന് വീല് പഞ്ചറായല്ലോ. റോഹൻ സാറേ, ഞാൻ പറയുന്നുണ്ടോന്നും തോന്നരുത്. സാറിന് അത്യാവശ്യമായിട്ട് അവിടെ എത്തേണ്ടതല്ലേ? സാർ അദ്ദേഹത്തിന്റെ കാര്യം തന്നെ പോട്ടെ. സമയായി. ദൈവമേ, ആകെ പ്രശ്നമാവുമല്ലോ. രാജു. സാറേ, സാറ് പോയിട്ട് വാ. എന്നിട്ട് ഞാൻ കാർ സർവീസിന് കൊടുക്കാം. ശരി. അങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മാവ, എടാ നീ എവിടെയാ? എടാ ഇവിടെ ആകെ പ്രശ്നമായി. എന്ത് പ്രശ്നം? എടാ ഞാൻ കൊണ്ട് മറ്റവന്റെ കാറിൽ വെച്ച സാധനമില്ലേ, അത് അമ്മാവന്റെ കാറിൽ വന്നു. അതെങ്ങനെയാടാ? എടാ നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി ശരി. ശ്ശെ. ശ്ശെ, ഇവനെ കാണുന്നില്ലല്ലോ. കെട്ടിരിക്കാം. എടാ ഞാൻ ആന്റി നാർക്കോട്ടിക്സ് ഓഫീസറെ വിളിക്കട്ടെ. ഒന്ന് വിളിച്ചു നോക്ക്. ഇയാളത്തെ ഫോൺ എടുക്കാത്തെ. നീ ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. ഒന്നുകൂടെ ട്രൈ ചെയ്യടാ.